Good morning, students. Another problem. Use alternative series or Leibniz test to check whether the following series converges or diverges. Our series is sigma k equal to 3 to infinity minus 1 raised to k log k by k. That's the problem. Now, we have this alternative series. This is converge or divergent. Check it. And we have UK. This UK is portion log k by k. UK plus 1 എന്താണ് നോക്കിയേ UK plus 1 എന്ന് പറഞ്ഞാൽ log k plus 1 by k plus 1. ഇനി UK plus 1 ആണോ UK ആണോ വലുതെന്ന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം UK plus 1 എന്ന് പറഞ്ഞാൽ log k plus 1 by k plus 1. UK എന്ന് പറയുന്ന ആരാണ് log k by k. ഇവിടെ k starts from 3 ആണ്. അപ്പോൾ k ക്ക് നമുക്ക് 3 കൊടുക്കാം. 3 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും log 4 k ക്ക് 3 കൊടുക്കുമ്പോൾ log 4 divided by 3 plus 1 4 അപ്പോൾ log 4 by 4 വരും. ഇവിടെ നമുക്ക് എന്ത് വരും log 3 by 3 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ log 4 by 4 log 4 ന്റെ വാല്യൂ എത്ര കിട്ടണേ 0.602 എന്നാണ് കിട്ടണേ 602 by 4. അതുപോലെ log 3 യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.477 എന്നാണ് 0.4773. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.1505 എന്നും അപ്പുറത്തെ വാല്യൂ കിട്ടുന്നത് 0.159 എന്നാണ് 0.159. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി UK plus 1 എന്നുള്ളത് ലെസ് ദാൻ UK എന്ന് മനസ്സിലായി. UK plus 1 ലെസ് ദാൻ UK. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK എന്ന് പറയുന്നത് എന്താണ് ഇവിടെ log k by k. നമുക്ക് k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ log ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന റൂളാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ? എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് k ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ നമുക്ക് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ log k നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ 1 by k എന്ന് വരും. താഴെയുള്ള k നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ 1 എന്ന് വരും. അതിനുശേഷം നമ്മൾ k ക്ക് ഇൻഫിനിറ്റി കൊടുക്കാം. k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by ഇൻഫിനിറ്റി എന്താണ് ആൻസർ 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ് both the conditions are satisfied. Therefore the given series അതായത് sigma k equal to 3 to infinity minus 1 raised to k log k by k converges. എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം UK കണ്ടുപിടിച്ചു, UK plus 1 കണ്ടുപിടിച്ചു. UK എന്ന് പറഞ്ഞാൽ log k by k ആണ്. UK plus log k plus 1 by k plus 1 ആണ്. ഇതിന്റെ UK plus 1 ആണോ UK ആണോ വലുതെന്ന് നോക്കി. അതിന് k നമ്മൾ 3 എന്ന് സ്റ്റാർട്ട് കൊടുത്തു. കാരണം 3 k starts from 3 ആണ്. അങ്ങനെ കൊടുത്ത log 4 by 4 log 3 by 3 എന്ന് വന്നു. log 4 by 4 ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ് 0.1505 എന്നാണ്. log 3 by 3 യുടെ വാല്യൂ കിട്ടിയത് 0.159 എന്നാണ്. അപ്പൊ ഇതില് UK plus 1 ലെസ് ദാൻ UK എന്ന് കിട്ടി. ഒന്നാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി log k by k. ഇവിടെ നമ്മൾ k ക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത് എന്താണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. log k നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ 1 by k കിട്ടും. ഈ k നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ 1 കിട്ടും. എന്നിട്ട് k ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by ഇൻഫിനിറ്റി 0 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് both the conditions are satisfied. Therefore sigma k equal to 3 to infinity minus 1 raised to k log k by k എന്താണ് കൺവെർജൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായി എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ.